ആ എല്ലാവരും ഉണ്ടല്ലോ ഇന്ന് ഇരിക്കി. ഗുഡ് മോർണിംഗ് ഇരിക്കി. ഇന്നേ പേപ്പർ തരാൻ പോണ ദിവസമാണ്. എല്ലാവരും വന്നിട്ടില്ല ഇന്ന്? ആ, എല്ലാവരും പേപ്പർ ഇവിടെ വന്ന് വാങ്ങിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല പൂജ്യവും 1, 2 മുട്ടകളൊക്കെ ഉണ്ട്. എന്തിനാണ് നിങ്ങൾ എക്സാം എഴുതിയത്? എനിക്കറിയാത്തോണ്ട് ചോദിക്കണം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിക്കണത്? അതാണ് എനിക്ക് ആദ്യം മനസ്സിലാവാത്തത്. എന്നും കാലത്ത് വന്നും കാണിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു പോണതിൻ്റെ അർത്ഥം എന്താണ്? എത്ര വട്ടം മക്കളെ, എത്ര വട്ടം ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യം ഞാൻ എന്തിനാണ് ഇത്ര വായിട്ട് അലക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളുടെ പേപ്പറിൽ ഒരു അക്ഷരം ഞാൻ പറഞ്ഞത് എഴുതിയിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ വന്ന് ഈ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തോണ്ടിയും അവിടെ നിന്ന് ഇങ്ങോട്ട് തോണ്ടിയും ഇവിടെ നിന്ന് ഷൂ വിളിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് മക്കളെ? ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി എഴുതാൻ പറ്റിയ പേപ്പറായിരുന്നു. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ എന്ത് കാണിക്കാനാണ് ഈ ഇൻറ്റേർണലിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ? പറ, എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ പോർഷൻ എടുത്ത് തീർക്കും. ഒരാൾ പഠിക്കണുണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കുറേ മുട്ടകളുണ്ട്, എല്ലാവർക്കും തരാം കേട്ടോ. ഇത് ഉച്ചയ്ക്ക് വയറ് നിറയാനുള്ളത് എല്ലാവരുടെയും ഉണ്ട്. അവനിത് പോയി ഞാൻ അങ്ങോട്ട് വരണോ? അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നീ പുതിയ ഭാഷ കണ്ടുപിടിച്ചോ, ലിപി കണ്ടുപിടിച്ചാണോ ഇത് എഴുതണത്? എനിക്കിങ്ങനെയൊന്നും വായിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് എഴുതിയാൽ ഞാൻ മാർക്ക് തരാം. ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടാണ് ഇതിൽ 2 അക്ഷരം വായിച്ചെടുത്തത്. എന്നിട്ട് ഞാൻ എനിക്ക് 1.5 മാർക്ക് ഇട്ടിട്ടുണ്ട്. 1.5 മാർക്ക് തന്നെ ഈ പേപ്പറിന് അധികമാണ്. നിങ്ങളത് നോക്ക്, ഈ പേപ്പർ നോക്ക്. നിങ്ങളുടെ മാത്രമല്ല പലവരുടെയും പേപ്പറിൽ പലതും ഞാൻ കണ്ട്. ഞാൻ 16 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. കോപ്പി അടിച്ചത് ഏത്, ബിറ്റ് വെച്ചത് ഏതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. മനസ്സിലായില്ലേ? 1.5 മാർക്കുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പേരൻസിനെയും കൊണ്ട് വരേണ്ടി വരും. ചെല്ലേ, അടുത്തത് ഗോകുല് വാമാനെ പേപ്പർ വന്ന് വാങ്ങിക്കും. കോപ്പി അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിയോടെ കോപ്പി അടിക്കടാ. ആ പോയിൻ്റെ ലെവൽ നിനക്കറിഞ്ഞൂടെ? അവൻ്റെ നോക്കി കോപ്പി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തുണ്ടാവാനാണ്? ഒരാൾ അവൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റവൻ്റെ എഴുതി. ഒരു ക്വസ്റ്റിന് 2 ആൻസർ എഴുതി വെച്ചേക്കണം ഇതിൽ. ഞാൻ ഏതിനാണ് മാർക്ക് ഇടണ്ടേ? അത് പറ. നല്ലതിനല്ലേ? ഞാൻ ഇത് വല്ല കോടീശ്വരം കളിക്കണം ഇവിടെ ഇരുന്നിട്ട് ഇതിൽ കറക്റ്റ് ഉത്തരത്തിന് മാർക്കിടെ. എല്ലാവർക്കും പേപ്പർ കിട്ടി, വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ആ പരീക്ഷ എഴുതാത്ത 2 മഹാമാരി ഒന്നും ഇട്ടുന്നേ കാരണം വല്ലതും? കാരണങ്ങളൊക്കെ ഒന്നും കറക്റ്റായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാരണം നാളെ 25 വട്ടം ഇത് എഴുതി തീർക്കാണ്ട് എക്സാം പേപ്പർ മൊത്തം എടുത്തിട്ട് 25 വട്ടം ഇമ്പോസിഷൻ എഴുതാണ്ട് ഒരൊറ്റെണ്ണത്തിന് ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല. എസ്സേ മൊത്തം എഴുതണം. ആരും പകുതിയൊന്നും വെച്ച് ഞാൻ എഴുതി എന്നെ പറ്റിക്കാന്ന് കരുതണ്ട. ഒരൊറ്റെണ്ണത്തിന് ഞാൻ അറ്റൻഡൻസ് തരില്ല. കേട്ടല്ലോ? സിമ്പിളായിട്ടുള്ളൊരു പേപ്പറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എനിക്ക് ബാക്കിയുള്ള ടീച്ചർമാരോട് പേപ്പറിൻ്റെ മാർക്ക് ചോദിക്കാൻ നാണക്കേടാണ്. എനിക്ക് നിങ്ങളൊക്കെ പേപ്പർ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ട് സങ്കടമായിപ്പോയി. നിങ്ങൾ പ്രശ്നം എന്താണ്? ഞാൻ എടുക്കണം മനസ്സിലാവണില്ലേ? ഞാൻ വേറെ രീതിയിൽ എടുക്കണോ? പറ. ഞാൻ അതേപോലെ ചെയ്യാം. എങ്ങനെ പറഞ്ഞാലും ഞാൻ എടുത്തു തരാൻ തയ്യാറാണ്. ഗൂഗിളെ നിനക്ക് എനിക്ക് എന്ത് പ്രതീക്ഷയെന്നറിയോ? എന്നിട്ട് എന്താണ് ആ പേപ്പറൊക്കെ കാണാത്തത്? അങ്ങോട്ട് എനിക്ക് സങ്കടമായിപ്പോയി നിൻ്റെയൊക്കെ പേപ്പർ കണ്ടപ്പോൾ. 3 മാസം കൂടി കഴിഞ്ഞാൽ SLC പരീക്ഷ എന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പം തൊട്ട് പഠിച്ചാൽ മതി. ആര്യം ഗൂഗിളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പം തൊട്ട് പഠിച്ചാൽ മതിയല്ലോ. വല്ല സംശയം ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വന്നോ, ടീച്ചർ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കട്ടെ. ഇന്ന് തൊട്ട് തീരുമാനം എടുക്കും. ഇന്ന് തൊട്ട് ഞാൻ പഠിക്കും. അങ്ങനെ മതി. അന്നെടുത്തത് അത്രയും ഞാൻ പറയണുള്ളൂ. കേട്ടല്ല? ഇനി വേറൊരു ടീച്ചർമാരെ കൊണ്ടും ആ കെട്ടെണ്ണയിലെ കുട്ടികൾ പഠിക്കൂല എന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുത്. എല്ലാവരോടും കൂടിയാണ്.